ഖത്തർ ഹോം കെയറിനെ സംബന്ധിച്ചോളം അതിൻ്റെ ഹോം കെയർ സർവീസ് എന്നുള്ള പേരിൽ ഖത്തർ ഗവൺമെൻറ് തന്നെ ഹമദിനെ ചുമതലപ്പെടുത്തി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. അത് ശരിക്കും രജിസ്റ്റേർഡ് സ്റ്റാഫ് നേഴ്സായിട്ടാണ് അത്തരത്തിലുള്ള വേക്കൻസി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഇൻ്റർവ്യൂവിന് ശേഷം അവർ പ്രോമട്രി കംപ്ലീറ്റ് ചെയ്ത് അതോടൊപ്പം ഡേറ്റ ഫ്ലോയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കുട്ടികൾ ഇവിടുന്ന് പോവുക. അവിടെ ചെന്ന് അവർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നതും. അവരവിടുന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവിടെ ലഭ്യമാകുക. പിന്നെ ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം മറ്റ് നിരവധി രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് സീനിയർ കെയർ അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പോകുന്നു. നേഴ്സസിനെ സംബന്ധിച്ചോളം ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ആ പേഷ്യൻറ്റിൻ്റെ അവർക്ക് ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള റോയൽ ഫാമിലികളിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ലിനിക്കൽ സംവിധാനം തന്നെ ആ വീടിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ തന്നെ അവിടെ മറ്റ് ആയ പോലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ക്ലിനിക്കിൻ്റെതായ മുഴുവൻ സംവിധാനങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് നേഴ്സസിനെ പോസ്റ്റ് ചെയ്യുന്നു. അവിടെ അവർക്ക് വേണ്ട പേഷ്യൻസിന് വേണ്ട മരുന്ന് അതുപോലെ ഇഞ്ചക്ഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ എമർജൻസി വല്ലതും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്ത് പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് അവിടെ ചെയ്യേണ്ടി വരിക. ബാക്കിയുള്ള പേഷ്യൻ്റെ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഫീഡിങ് പോലുള്ള കാര്യങ്ങൾ മുഴുവൻ അതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. അത്തരത്തിലുള്ള മെഡിക്കൽ കെയർ മാത്രമാണ് അവർക്ക് നൽകേണ്ടി വരിക. ഈ ജോബ് വളരെ നല്ലൊരു അവസരമാണ് നിലവിൽ ഇപ്പോൾ നേഴ്സസിനെ സംബന്ധിച്ചോളം.